നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടക്കണം. അത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നം. ദേവനാരായണൻ തിരുമേനിയെ വിളിച്ച് ഇനി ഇങ്ങനൊരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കണം. എന്നിട്ട് വരുണ്ട കല്യാണം നടന്നാ പോരെ? അവന് പറ്റിയൊരു പെണ്ണുണ്ടായ പോരെ? ദാ കൽപ്പനയുടെ അനിയത്തി നിൽക്കുന്ന കണ്ടില്ലേ? ഇവൾക്ക് എന്താ ഒരു കുറവ്? ചേച്ചി അനിയത്തിയും ഒരു വീട്ടിൽ നിൽക്കുന്നത് ഒരർത്ഥത്തിലും നല്ലതല്ലേ? ചെറിയമ്മൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? പരിഹാരം കൊണ്ട് വന്നിരിക്കുന്നു. അതെ വരുൺ, ചെറിയമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയേ എന്റെ അനിയത്തി മുടങ്ങുന്ന കല്യാണം കാത്തിരിക്കുകയല്ല. അവൾക്ക് വലിയ വലിയ ആലോചനകളൊക്കെ വരുന്നുണ്ട്. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ചെറിയമ്മ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഓ, അപ്പൊ ഇവിടേക്ക് വന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തിരുന്നു അല്ലേ? വരുൺ, നിനക്കെന്താ പറയാനുള്ളത്? അച്ഛാ, അങ്ങനെ ഒരു ഫോൺ വന്നു എന്നുള്ളത് സത്യമാണ്. അത് പ്രിയങ്കയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് വന്നതും. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, എന്നോട് സംസാരിച്ചത് പ്രിയങ്കയല്ല. അത് പ്രിയങ്കയുടെ ശബ്ദവുമല്ല. ഇത്രയും വലിയ ആപത്തിൽപ്പെട്ടിട്ടും അവളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് കൊള്ളാം. സംഭവിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് ഉറപ്പുണ്ടാകുന്നത് വരെ എന്റെ ഉറപ്പ് എനിക്കുണ്ട്. എന്നോട് സംസാരിച്ചത് പ്രിയങ്കയല്ല. മോനെ, നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കും മോനെ. നീ രഹസ്യമായിട്ടൊന്നും സംസാരിക്കണ്ട. സ്പീക്കർ ഫോണിലിട്ട് എല്ലാവരും കേൾക്കെ സംസാരിച്ചാ മതി. എന്നിട്ടും അവളുടെ മറുപടി ഇത് തന്നെയാണെങ്കിൽ പിന്നെ ഇവിടെ ആരും ഈ കല്യാണത്തിന് നിർബന്ധിക്കില്ലല്ലോ. ഇല്ല. ആ കുട്ടി അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തോടെ ഈ ബന്ധം അവസാനിച്ചു. വരുൺ, വിളിക്ക. എന്താ വരുൺ, നേരത്തെ പറഞ്ഞ ഉറപ്പൊന്നും ഇപ്പൊ ഇല്ലേ? കണിമംഗലത്തുന്ന ഫോണിങ് വന്നിട്ട് നീ പൊയ്ക്കും. ചെല്ലടി. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? മുത്തശ്ശിയാണോ? അതെ. ഞാൻ വരുണ മുത്തശ്ശി. പ്രിയങ്ക ഉണ്ടോ അവിടെ? പ്രിയങ്ക അവളുടെ കൂട്ടുകാരികളുടെ അടുത്തിരിക്കുക. എന്താ മോനെ? കുറച്ചു മുമ്പ് പ്രിയങ്കയുടെ ഫോണിൽ നിന്നും എന്നെ ആരാ വിളിച്ചത്? അറിഞ്ഞൂടല്ലോ മോനെ. എന്തേ? മുത്തശ്ശി, എന്നെ ആരും വിളിച്ചിരുന്നു. പ്രിയങ്കയാണെന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ വിവാഹത്തിന് പ്രിയങ്കയ്ക്ക് സമ്മതമല്ലെന്നാ പറഞ്ഞത്. എന്നോട് ഈ വിവാഹം മുടക്കാനാ പറഞ്ഞത്. അയ്യോ എന്റെ ദൈവമേ, എന്തൊരു മഹാഭാവ! ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവളുടെ കൂട്ടുകാരികളെന്നും പറഞ്ഞു വന്നു കയറിയിരിക്കുന്ന പിള്ളേരെ ഒരു തലയും വാലും ഇല്ലാത്ത കൂട്ടരാ. ഒന്നിച്ചിരുന്ന് ആരെയെങ്കിലും വിളിക്കുക, പറ്റിക്കുക. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നതേ അവളുമാരാരെങ്കിലും ആയിരിക്കുമെന്നാ. എന്റെ പൊന്നുമോനെ, അവറ്റകൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മോൻ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്.
അതല്ല മുത്തശ്ശി, ഇവിടെ അച്ഛനും മുത്തശ്ശിയും ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുക. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി പോയി. എന്തിന്? അങ്ങനെ ഒരു കാര്യം കേട്ടാ ആദ്യം വരുൺ മോന് ഇവിടെ വിളിക്കായിരുന്നില്ലേ? എന്നോടോ ദേവനോടോ ചോദിച്ചാ പോരായിരുന്നോ? ഞങ്ങൾ പറയില്ലേ ഉള്ള കാര്യം? വരുൺ, പ്രിയങ്ക വിളിച്ച് ഫോൺ കൊടുക്കാൻ പറ. ആ മുത്തശ്ശി, എനിക്ക് പ്രിയങ്കയോടൊന്ന് സംസാരിക്കണം. ഒന്ന് വിളിച്ച് ഫോൺ കൊടുക്കോ? ഇപ്പൊ വിളിക്കാം മോനെ. മുത്തശ്ശി, പ്രിയങ്ക വന്നോ? പ്രിയങ്ക മോളെ എന്റെ അടുത്തുണ്ട്. ഞാൻ ഫോൺ കൊടുക്കാം. പിടിക്കരി. ഹലോ പ്രിയങ്ക, മുത്തശ്ശി എന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? എടോ, തന്റെ കൂട്ടുകാരികളാരോ തന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഈ വിവാഹത്തിന് ഇഷ്ടമല്ല പറഞ്ഞു. ഞാനാകെ തകർന്നുപോയി. അല്ല, എന്തിനതൊക്കെ വിശ്വസിക്കാൻ പോയ? ഞാനെങ്ങനെ പറയോ വരുണോട്? ഇല്ല, താനങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. തന്റെ ശബ്ദമല്ല കേട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തലേന്ന് അങ്ങനെ ഒരു കോള് വരുമ്പോ പെട്ടെന്ന് ഷോക്കായി പോവില്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടാ ഈ വിവാഹം ഞാൻ കാണുന്നത്. അങ്ങനെയാണൊരു കാര്യം ഒരു വാക്കുകൊണ്ട് പോലും വേണ്ടെന്ന് ഞാൻ പറയൂ. എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടം. ഇവിടെ നല്ല തിരക്കാ, എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? പൊയ്ക്കോ. ഇതൊന്നും അറിയണമെന്നുണ്ടായിരുന്നുള്ളൂ. ഇനി തന്റെ ഫോണ് തന്റെ കൂട്ടുകാർക്കൊന്നും കിട്ടുന്ന രീതിയിൽ വെക്കരുത് കേട്ടോ. ഇല്ല, ഞാനിത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാ. അപ്പൊ ശരി. ശരി എന്നാ. പ്രിയങ്ക പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ. ഞാൻ പറഞ്ഞതല്ലേ അത് പ്രിയങ്കയുടെ ശബ്ദമല്ലാന്ന്. ഏട്ടത്തിക്കിപ്പോ വിശ്വാസമായോ? കൽപ്പന മോളെ, കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ നിൽക്കരുത്. എന്തായിരുന്നു ഇവിടെ കോലാഹലം? കല്യാണം മുടങ്ങിയെന്ന് മാത്രമല്ല, രാത്രിക്ക് രാത്രി അടുത്ത കല്യാണം നടത്തുകയും ചെയ്തു. എന്തിനാ എല്ലാവരും ഇരിക്കുന്നേ? സംശയങ്ങളൊക്കെ മാറിയില്ലേ? പോയി കിടക്കാൻ നോക്ക്, രാവിലെ എഴുന്നേക്കാനുള്ളതാ.
ഈശ്വരാ, ശരിക്കും പറഞ്ഞ ഇപ്പോഴാ ജീവൻ വീണത്. മനസ്സങ്ങ് വല്ലാണ്ടായി. അമ്മേ, സോറി അമ്മേ. ഞാനാ ഈ ടെൻഷൻ എല്ലാവർക്കും തന്നത്. അങ്ങ് ക്ഷമിച്ചാണ്. സാരമില്ല മോനെ. പ്രിയങ്ക എനിക്ക് വേണ്ടി ജനിച്ച പെണ്ണ. അവൾക്ക് എന്നിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. എന്താടി, കല്യാണം ഇഷ്ടമല്ലാന്ന് പ്രിയങ്ക വിളിച്ചു പറഞ്ഞപ്പോ സന്തോഷമായോ നിനക്ക്? അവൻ നിന്നെയാ കണ്ടത്, അവൻ നിന്നെയാ ഇഷ്ടപ്പെട്ടത്. അത് ഈ വീട്ടിൽ എനിക്കും നിനക്കും മാത്രമേ അറിയൂ. പ്രിയങ്കയുമായിട്ടുള്ള വിവാഹം മുടങ്ങിയ അവൻ നിന്നെ തേടി വരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. നിന്നെ എടുത്തു വളർത്തിയവൻ കഴുക്കോലിൽ കെട്ടിയ ആ സാരി ഇപ്പോഴും അതുപോലെ കിടക്കുക. നാളെ രാവിലെ എന്റെ മോന്റെ ശവം കാണണോ നിനക്ക്? മുത്തശ്ശി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നീ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രിയങ്ക ചെയ്ത തെറ്റ് പരിഹരിക്കപ്പെടണം. മിക്കവാറും കുറച്ച് കഴിയുമ്പോ കണിമംഗലത്തുനിന്ന് വിളി വരും. പ്രിയങ്കയുടെ കൂട്ടുകാരികൾ ആരോ തമാശയ്ക്ക് ഇത് ചെയ്തതാണെന്നേ ഞാൻ പറയും. അപ്പൊ സത്യം ബോധ്യപ്പെടാൻ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിക്കണമെന്ന് വരുൺ പറയും. സംസാരിക്കേണ്ടത് പ്രിയങ്കയല്ല, നീയാണ്. ഞാനോ? അതെ. അവന് പരിചിതമുള്ള ശബ്ദം പ്രിയങ്കയുടേതല്ല, നിന്റേതാ. നീ തന്നെ പറയണം സംഭവിച്ചതൊരു തമാശയാണെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും. എവിടെയോ കിടന്ന് ചത്തുപോകുമായിരുന്ന നിന്നെ ജീവിപ്പിച്ച അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഉപകാരമാണിത്. അല്ലെങ്കിൽ നാളെ ഈ കുടുംബം മുഴുവൻ ചത്തൊടുങ്ങും. അത് വേണോ? വേണ്ട, മുത്തശ്ശി പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. പക്ഷേ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഉറപ്പിച്ചോ, നിന്നെ തെരുവിലേക്ക് ഞാൻ വലിച്ചെറിയും. പിന്നെ ഈ കുടുംബത്തിൽ നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല, കേട്ടോടി? ഞാൻ പറഞ്ഞ പോലെ നീ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞൊപ്പിച്ചു. ഇപ്പൊ എല്ലാം ഭദ്രമാ. കണിമംഗലത്തുകാരുടെ സംശയങ്ങളും തീർന്നു. ഇനി നാളത്തെ കല്യാണം. നീ അവന്റെ കണ്ണിൽ പെടുകയോ നിന്റെ ശബ്ദം അവൻ കേൾക്കുകയോ ചെയ്യാൻ പാടില്ല. നിന്നെ കെട്ടിയെടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ദേവനാരായണന് യശോദയ്ക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഈ കല്യാണത്തിന് നിനക്കും വരാം. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതേ മണ്ഡപത്തിൽ തന്നെ നിന്റെ ജീവിതം അവസാനിക്കും, കേട്ടോടി?
ഗൗതം എവിടെയാ? ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. നമുക്കെല്ലാവർക്കും നേട്ടമുള്ളൊരു കാര്യത്തിന്. ഗൗതം, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മ വിളിച്ചു പറഞ്ഞില്ലേ? ഒളിച്ചോടിയതാണോ ഇങ്ങോട്ടെങ്കിലും? ഒളിച്ചോടാൻ മാത്രം ഭീരുവല്ല ഞാൻ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? കല്യാണ ദിവസം നേരം വെളുക്കുന്നത് വരെ നമുക്ക് സമയമുണ്ടെന്ന്. ഞാൻ അതിൻ്റെ അവസാന കളിക്കിറങ്ങിയത്. എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ദേവനാരായണൻ തിരുമേനിയുടെ വീടിന് മുന്നിലാണ്. എന്താ അവിടെ? നമ്മളെ എല്ലാം ഒറ്റയടിക്ക് തോൽപ്പിച്ച് പ്രിയങ്ക എന്ന് പറയുന്നവൾ ഇവിടെ ജയിക്കണ്ട. കൽപ്പനയുടെ ആഗ്രഹം അവൾ വിവാഹ മണ്ഡപത്തിൽ എത്തരുതെന്നല്ലേ? എത്തില്ല. ഇതെന്റെ ഉറപ്പാണ്. ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്യാനാണോ? അബദ്ധം പറ്റില്ല. എന്റെ കൂടെ കൈക്കരുത്തുള്ളവർ ആവശ്യത്തിനുണ്ട്. ഈ രാത്രിയിൽ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ നിന്നും പ്രിയങ്കയെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ കൊണ്ടുപോയി അവളെ കൊല്ലണോ വേണ്ടയോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഗൗതം, നീ സൂക്ഷിക്കണം. ഒരിക്കലും പിടിക്കപ്പെടരുത്. നാളെ പ്രിയങ്ക വിവാഹ മണ്ഡപത്തിൽ എത്തിയില്ലെങ്കിൽ അതിന്റെ നന്ദി നിന്നോട് ഞാൻ കാണിച്ചിരിക്കും. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ എന്തും ചെയ്യും. ഇനി എന്നെ വിളിക്കണ്ട. ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോവാ. എല്ലാം കഴിഞ്ഞിട്ട് അവളെ ഏതെങ്കിലും ഒരിടത്ത് എത്തിച്ചിട്ട് ഞാൻ വിളിച്ചോളാം. താങ്ക് യു ഗൗതം. കയ്യിൽ കിട്ടിയാൽ കൊന്നു കളഞ്ഞേക്കാൻ തന്നെ പറയണം. കണിമംഗലത്തേക്ക് വധുവായി വന്ന് കയറാൻ മോഹിച്ചവള് സ്വന്തം വീട്ടിൽ വെള്ള പൊതച്ച് കിടക്കണം. ഒരു കമ്പങ്ങെടുക്ക.
സൂക്ഷിച്ച് പറ, ആരെയും ഉണർത്തരുത്.